അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ അടുത്ത ചാപ്റ്ററാണ്, അതായത് 12ാമത്തെ ചാപ്റ്ററാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് നെഗോഷിയേഷൻ. അതായത് മറ്റേ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നടക്കുന്ന കോൺഫ്ലിക്ട്സും പിന്നെ ചർച്ചകൾ അല്ലെങ്കിൽ നെഗോഷിയേഷൻ അതെന്താണെന്ന് പറയാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കോൺഫ്ലിക്റ്റ് പറഞ്ഞാൽ എന്താ, നമുക്ക് അറിയുന്നത് പോലെ രണ്ടാളുടെ ഇടയിൽ എന്തെങ്കിലും സംസാരം നടന്നിട്ട് അല്ലെങ്കിൽ ഡിസ്കഷൻ നടന്ന ചർച്ചയിലേക്ക് എത്തലാണ് കോൺഫ്ലിക്റ്റ്. അല്ലെങ്കിൽ രണ്ടാളുടെ ഇടയിൽ നടക്കുന്ന ഒരു അസമാധാന ഘട്ടങ്ങളാണ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, കോൺഫ്ലിക്റ്റ് ഹാപ്പൻസ് വെൻ someone feels another person is affecting something important. അത് ഒരാൾക്ക് മറ്റൊരാളെ എന്തോ ഇമ്പോർട്ടൻസ് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാനാണ് കോൺഫ്ലിക്റ്റ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് 3 ടൈപ്പിലുണ്ട്, അതായത് 3 ടൈപ്സ് ഉണ്ട്. ഒന്നാമതാണ് ടാസ്ക് കോൺഫ്ലിക്റ്റ്, അതായത് ജോലി അല്ലെങ്കിൽ വർക്കിൽ ഡിസഗ്രി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഐഡിയാസിൽ ഡിസഗ്രീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗോൾസിൽ ഡിസഗ്രീസ് ഉണ്ടാവില്ല. പിന്നെ രണ്ടാമത്തേതാണ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, അതായത് രണ്ടാളുടെ ഇടയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫൈറ്റ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടെൻഷൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ബാഡായ തിങ്, അതായത് മോശമായ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസമാധാനം ഉണ്ടാവില്ല റിലേഷൻഷിപ്പിൽ. മൂന്നാമത്തേതാണ് പ്രോസസ് കോൺഫ്ലിക്റ്റ് പറയുന്നതാണ് ഡിസഗ്രി അബൌട്ട് ഹൗ ടു ഡു വർക്ക് ഓർ ഷെയർ റിസോഴ്സസ്. എങ്ങനെ ജോലി ചെയ്യണം അല്ലെങ്കിൽ റിസോഴ്സ് എങ്ങനെ ഷെയർ ചെയ്യണം, ഇതിനെ കുറിച്ചിട്ട് ഒരു ഡിസഗ്രി ഉണ്ടാവലാണ് പ്രോസസ് കോൺഫ്ലിക്റ്റ്. പിന്നെ ഇതിൽ പറയുന്നതാണ് 5 കോൺഫ്ലിക്റ്റ് സ്റ്റൈൽസ്, അതായത് 5 കോൺഫ്ലിക്റ്റിന് 5 സ്റ്റൈൽസ് ഉണ്ട്. അത് 5 വ്യത്യസ്ത രീതിയിലാണ് കോൺഫ്ലിക്റ്റ് ഉള്ളത്. അപ്പോൾ ഒന്നാമത് കോമ്പറ്റിംഗ് കോൺഫ്ലിക്ട്സിൽ പറയുന്നതാണ് എങ്ങനെയാണ് നമ്മൾ വിന്നാവല്, അല്ലെങ്കിൽ എങ്ങനെയാണ് വേറെ ഒരാളെ നമ്മൾ ടേക്ക് കെയർ ചെയ്യൽ, എമർജൻസി ടൈമിൽ എങ്ങനെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യൽ. ഇതാണ് കോമ്പറ്റിംഗ് കോൺഫ്ലിക്ട്സ്. രണ്ടാമത്തേതാണ് കൊളാബറേറ്റിംഗ് കോൺഫ്ലിക്ട്സ്, അതായത് എങ്ങനെയാണ് രണ്ടാൾക്കാരും വിന്നാവാൻ വേണ്ടി എങ്ങനെയാണ് ഒന്നിച്ചിട്ട് ജോലി ചെയ്യൽ. ഇത് ജോലിയുടെ സമയത്താണ് കൊളാബറേറ്റീവ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവില്ല. പിന്നെ കോംപ്രമൈസിങ് കോൺഫ്ലിക്ട്സ്, അതായത് എങ്ങനെയാണ് മീറ്റ് ആവില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് ഷോർട്ട് ടേം സൊല്യൂഷൻ എങ്ങനെയാണ് നല്ല നിലയ്ക്ക് സോൾവ് ചെയ്യൽ. ഇതെല്ലാം പറയുന്നതാണ് കോംപ്രമൈസിങ് കോൺഫ്ലിക്ട്സ്. നാലാമത്തേന് അവോയ്ഡിങ് കോൺഫ്ലിക്ട്സ്, അതായത് ചെറിയ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇഗ്നോർ ചെയ്യൽ. അപ്പോൾ ഇഗ്നോർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് എന്തൊക്കെ. പിന്നെ എമോഷൻസ് കൂലാവുന്നതുവരെ ഇതിനെക്കുറിച്ചിട്ട് വെയിറ്റ് ചെയ്യലാണ് ഇതിൽ പറയുന്നത്. പിന്നെ അഞ്ചാമത്തേതാണ് അക്കോമഡേറ്റിംഗ് കോൺഫ്ലിക്ട്സ്, അതായത് എങ്ങനെയാണ് വേറൊരാളെ നമ്മൾ എങ്ങനെയാണ് ഒരു സമാധാന രീതി അല്ലെങ്കിൽ പീസ് എന്ന രീതിയിൽ എങ്ങനെയാണ് വേറൊരാളെ മനസ്സിനോ എങ്ങനെയാണ് വിൻ ചെയ്യൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗെയിൻ ചെയ്യൽ. ഇതെല്ലാം പറയുന്നതാണ് അക്കോമഡേറ്റിംഗ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ പിന്നെ പറയുന്നതാണ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ നെഗോഷിയേഷൻ പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് നാം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് നെഗോഷിയേഷൻ ഉണ്ടാവലുണ്ട്. അതായത് യുദ്ധ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചർച്ച നടക്കുമ്പോൾ അവിടെ നമുക്ക് പോയിട്ട് നെഗോഷിയേഷൻ ചെയ്താൽ അത് സംസാരിച്ച് നമുക്ക് ശരിപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നതാണ് 5 സ്റ്റെപ്സ് ഉണ്ട് നെഗോഷിയേഷൻ, അതായത് നല്ലൊരു പ്രിപ്പയർഡ് പ്ലാൻ ഉണ്ടാവാനും ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയർഡ് പ്ലാൻ ഉണ്ടാവല്. പിന്നെ ഗ്രൗണ്ട് റൂൾസ് സെറ്റാക്കലാണ് രണ്ടാമത്തേത്. അപ്പോൾ മൂന്നാമത്തേതാണ് ക്ലാരിഫൈയും പിന്നെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവല്. പിന്നെ നാലാമത്തേതാണ് ബാർഗെയിൻ, പിന്നെ സൊല്യൂഷൻ പ്രോബ്ലംസ്. ഇതെല്ലാം നാലാമത്തെ സ്റ്റെപ്സാണ്. അഞ്ചാമത്തേതാണ് ക്ലോസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്, അതായത് നല്ലൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കൽ, പിന്നെ അത് നല്ലൊരു രീതിയിൽ ഉണ്ടാവൽ, നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാവൽ, ആർക്കും എന്തും സംഭവിക്കാത്ത രീതി, എന്തും പ്രശ്നമാണ് 2 സൈഡിലും ഉണ്ടാവാത്ത രീതിയിൽ ഉണ്ടാവലാണ് ക്ലോസ് ആൻഡ് ഇംപ്ലിമെൻറ്റിൽ പറയുന്നത്. ഈ അഗ്രിമെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യലാണ് അഞ്ചാമത്തത് ക്ലോസ് ആൻഡ് ഇംപ്ലിമെൻറ്റ്. അപ്പോൾ പിന്നെ പറയുന്നതാണ് 2 ടൈപ്പിൽ നെഗോസിയേഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞത് 5 സ്റ്റെപ്സാണ്. പിന്നെ പറയുന്നതാണ് 2 ടൈപ്സ് ഓഫ് നെഗോസിയേഷൻ ഉണ്ട്. ഒന്നാമതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്, അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് പറയുന്നത് എങ്ങനെയാണ് വിന്ന് ചെയ്യൽ, ഷോർട്ട് ടൈമിൽ എങ്ങനെയാണ് വിന്ന് ചെയ്യൽ. അതായത് നമുക്ക് എക്സാമ്പിളായി പറഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കൽ, അതായത് എല്ലാ പ്രൈസിലും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഡീൽ ചെയ്യൽ. ഇതാണ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ടൈപ്സ്. അതായത് 2 ടൈപ്സ് ഉണ്ട് പറഞ്ഞു. അതിലൊന്നാമതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്, അതായത് എങ്ങനെയാണ് വിൻ ചെയ്യുക. അപ്പോൾ വിന്ന് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് പ്രൈസിൽ അങ്ങനെയല്ല നമുക്ക് വിന്ന് ചെയ്യാൻ പറ്റാവുന്നതാണ്. രണ്ടാമത്തത് ഇൻറ്റഗ്രേറ്റീവ്,
ഇൻറ്റഗ്രിറ്റി പറഞ്ഞാൽ രണ്ട് സൈഡിലും ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് കസ്റ്റമേഴ്സിനും കൺസ്യൂമേഴ്സിനും രണ്ട് സൈഡിലും അതായത് ഓണറിനും കസ്റ്റമേഴ്സിനും രണ്ട് സൈഡിലും ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഇതിൽ നല്ല ട്രസ്റ്റ് ഉണ്ടാക്കൽ ഇതെല്ലാം ഇൻറ്റഗ്രിറ്റിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പറയുന്നതാണ് പ്രാക്ടിക്കൽ ടിപ്സ് പറയുന്നുണ്ട് ഇവിടെ. അതായത് നോ യുവർ ബാറ്റിന് പറയുന്ന ഒരു തിയറി ഉണ്ട്. അത് BATNA എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചാൽ ബാറ്റിന പറഞ്ഞാൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ആൻഡ് നെഗോസിയേഷൻ ടു എ നെഗോഷിയേറ്റഡ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഷോർട്ട് ഫോം ബാറ്റിന. അപ്പോൾ അത് അറിയലാണ്. പിന്നെ ഉള്ള ടിപ്സാണ് സെപ്പറേറ്റ് പീപ്പിൾ ഫ്രം പ്രോബ്ലംസ്. പ്രോബ്ലം നിന്നിട്ട് ആൾക്കാരെ വേർതിരിക്കൽ, പിന്നെ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കൽ. അത് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാവുന്നത്, എങ്ങനെ ഹെൽപ്പ് വേണം ഇതെല്ലാം പറയലാണ്. ഇതെല്ലാം ചോദിക്കലാണ് ഒരു നല്ലൊരു ടിപ്സാണ്. പിന്നെയാണ് പറയുന്നത് നല്ലൊരു അഗ്രിമെൻ്റ് ഉണ്ടാക്കൽ. ഇതെല്ലാമാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.